വേഗം വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് പൗലോസിന്റെ കണ്ണുകൾ തുറന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 27 അധ്യായം 10 വാക്യം. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. എന്തിനു നമ്മുടെ കണ്ണുകൾ തുറക്കണം? ശതാധിപനായ പൗലോസും പടയാളികളും ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ശക്തമായ കാറ്റ് കപ്പലിനെ ആഞ്ഞടിച്ചു. കപ്പലുണ്ടായിരുന്നവരെല്ലാം ഭയന്നു വിറച്ചു. അപ്പോൾ കർത്താവ് പൗലോസിന്റെ കണ്ണുകൾ തുറന്നു. വരുവാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അവന് വെളിപ്പെടുത്തി. ഒരു പ്രവാചകന്റെ കണ്ണുകൾക്ക് വരുവാനിരിക്കുന്നത് എന്താണെന്ന് മുൻകൂട്ടി കാണാൻ കഴിയും. കർത്താവായ യേശു യെരുശലേമിലേക്ക് നോക്കിയപ്പോൾ യെരുശലേമിന്മേൽ വരാനിരിക്കുന്ന ന്യായവിധി അവൻ കണ്ടു. അവൻ അടുത്തു വന്നപ്പോൾ അവൻ നഗരത്തെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് ഈ നിങ്ങളുടെ നാളുകളിൽ നിങ്ങളുടെ സമാധാനത്തിനുതകുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു എന്ന് ലൂക്കോസ് 19 അധ്യായം 41-42 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, വരുവാനിരിക്കുന്ന ന്യായവിധി കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. ന്യായവിധി ആദ്യം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഭവനത്തിലാണ്. സമ്പന്നരായ വ്യക്തികൾ ടൈറ്റാനിക് എന്ന ഭീമാകാരമായ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കപ്പലിനെ വില്ലാനിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അകലെ ഒരു വലിയ മഞ്ഞുമല കണ്ട് ഭയന്നുപോയി. അദ്ദേഹം ഉടൻ തന്നെ കപ്പലിന്റെ ക്യാപ്റ്റനുമായി ബന്ധപ്പെടുകയും കപ്പലിന്റെ ദിശ തിരിക്കാൻ അടിയന്തര സഹായം നൽകുകയും ചെയ്തു. ആ സന്ദേശം ആ ക്യാപ്റ്റൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ക്യാപ്റ്റൻ മുന്നറിയിപ്പ് അവഗണിച്ചു. തൽഫലമായി കപ്പൽ ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ചു. നൂറുകണക്കിന് ആളുകൾ മരണത്തിലേക്ക് നയിച്ചു. വരുവാനിരിക്കുന്ന അപകടങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അന്ന് ഹൗവ പഴത്തിന്റെ ഭംഗി നോക്കി, പാമ്പിന്റെ മോഹനവാക്കുകൾ അവൾ ശ്രദ്ധിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ അന്ധമായിരുന്നു. ഫലത്തിന് പിന്നിലെ ദൈവത്തിന്റെ ന്യായവിധിയും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ പാപവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ലോത്തിന് സൊദോമിന്റെയും ഗൊമോറയുടെയും ഫലഭൂഷ്ഠിത മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ നഗരങ്ങളുടെ ആസന്നമായ നാശവും അഴിവും കണ്ടില്ല. ഇസ്കരിയോത്ത് യൂദയുടെ കണ്ണുകൾ 30 വെള്ളിക്കാശിന്റെ മൂല്യം കണ്ടു. എന്നാൽ കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പിന്നിൽ തൂങ്ങി മരിച്ച തന്റെ സ്വന്തം മരണം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദൈവമക്കളെ, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ നന്നായിരിക്കും. ഭാവി അറിയാൻ പ്രവചനാത്മകമായ കണ്ണുകൾക്കായി കർത്താവിനോട് അപേക്ഷിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 119 അധ്യായം 67 വാക്യം. കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 116, 117, 118 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 7 അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.